ആർട്ട് ഓഫ് ഹാർമണി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചങ്ങനാശ്ശേരി അതിരൂപതയിലെ ഫ്രാൻസിസ്കൻ അൽമായ സഭയുടെ 25ാം രൂപതാ വാർഷികം വേരൂർ സെൻറ്റ് ജോസഫ് ഇടവകയിൽ ഇന്ന് നടക്കുകയാണ്. 40-ലധികം ഭാതൃത്വങ്ങളിൽ പ്രവർത്തിക്കുന്ന ഫ്രാൻസിസ്കൻ അൽമായ സഭയുടെ ധാരാളം ഭാതൃത്വ അംഗങ്ങൾ ഇന്നിവിടെ ഒരുമിച്ച് കൂടുമ്പോൾ അഭിമന്യ കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി പിതാവ് യോഗം ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ കത്തോലിക്ക സഭയിൽ മുഴുവനിലും, പ്രത്യേകിച്ച് ഭാരതത്തിലെ സഭയിലും കേരളത്തിലുമൊക്കെ വേരൂന്നിയിരിക്കുന്ന നമ്മുടെ ഈ ഫ്രാൻസിസ്കൻ ചൈതന്യത്തെക്കുറിച്ച് നിങ്ങളോട് പറയാൻ കിട്ടുന്ന അവസരം നഷ്ടപ്പെടരുത് എന്ന് ഉള്ള ആഗ്രഹത്താലാണ് ഞാൻ വന്നത്. കാരണം അത്രമാത്രം നമുക്ക് പ്രിയപ്പെട്ടതാണ്, നമ്മുടെ ആത്മീയതയിൽ അലിഞ്ഞു ചേർന്നിട്ടുള്ളതാണ് ഫ്രാൻസിസ്കൻ ചൈതന്യം. അപ്പം അത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെയാണല്ലോ നിങ്ങളെല്ലാവരും ഈ ഞങ്ങളുടെ ചെറുപ്പകാലത്ത് ഈ സമൂഹം അറിയപ്പെട്ടിരുന്നത് ഫ്രാൻസിസ്കൻ തേർഡ് ഓർഡർ, ഫ്രാൻസിസ്കൻ 3-ാം സഭ എന്നാണ്. അപ്പോൾ ആ 3-ാം സഭയിൽ ആ പേരിപ്പോഴും ഔദ്യോഗികമായിട്ടുണ്ടെന്ന് തോന്നുന്നു. 3-ാം സഭയിലെ അംഗങ്ങളായിരിക്കുന്നത് എൻ്റെ സ്വന്തം അമ്മയും എൻ്റെ ഫാദറിൻ്റെ മൂത്ത ജ്യേഷ്ഠനും ഈ 3-ാം സഭയിലെ വളരെ ഏറെ തീക്ഷ്ണതയുള്ള അംഗങ്ങളായിരുന്നു എന്നുള്ള വസ്തുതയെ ഞാൻ ഓർമ്മിക്കുകയാണ്. അമ്മയിൽ നിന്നാണ് നിങ്ങൾ പരസ്പര അഭിവാദ്യം ചെയ്യുന്ന സമാധാന സൗഭാഗ്യം ഞാൻ ആദ്യം കേട്ടത്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ആശംസ അല്ലെങ്കിൽ സ്വീകരണ വാക്യം വളരെ പ്രധാനപ്പെട്ടതാണ്. ഞാനിന്ന് പ്രധാനമായിട്ടൊന്നും നിങ്ങളോട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്ന ചിന്ത ദാരിദ്ര്യത്തെക്കുറിച്ചാണ്. അൽമായരായ ഞങ്ങളോട് പിതാവ് ദാരിദ്ര്യത്തെക്കുറിച്ച് എന്താണ് പറയുന്നത് എന്നൊരു പക്ഷേ നിങ്ങൾ ചിന്തിക്കുമായിരിക്കും. പക്ഷേ അത് ഫ്രാൻസിസ് അസീസിയുടെ പേരിൽ മാത്രമല്ല, സുവിശേഷത്തിൻ്റെ കാതൽ അദ്ദേഹം മനസ്സിലാക്കിയതിൻ്റെ അർത്ഥം വെച്ചുകൊണ്ട് യഥാർത്ഥത്തിൽ നമ്മൾ ദരിദ്രരാകണമെന്നാണ് കർത്താവ് പഠിപ്പിച്ചത്. സുവിശേഷത്തിലൂടെ ഏറ്റവും വലിയ പ്രബോധനം ദാരിദ്ര്യത്തിൻ്റെതാണ്. കർത്താവ് മലയിലെ പ്രസംഗം ആരംഭിച്ചത് അത് പറഞ്ഞുകൊണ്ടാണ്, ആത്മാവിൽ ദരിദ്രർ ഭാഗ്യവാന്മാർ, എന്തെന്നാൽ സ്വർഗരാജ്യം അവരുടേത്. നാം എല്ലാം സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കേണ്ടത്. അപ്പോൾ ഇന്നലെ ഞാൻ നമ്മുടെ പുതിയ മുഖ്യമന്ത്രിയുടെ ഒരു പ്രഭാഷണം ഓൺലൈനിൽ കേട്ടു. ആ പ്രസംഗത്തിൽ അദ്ദേഹം പറയുന്നതും ഈ ദാരിദ്ര്യത്തെക്കുറിച്ചാണ്, ക്രിസ്തു പറഞ്ഞ ദാരിദ്ര്യത്തെക്കുറിച്ച്. അപ്പോൾ ആ ആത്മാവിൽ ദരിദ്രർ ഭാഗ്യവാന്മാർ, എന്തെന്നാൽ സ്വർഗരാജ്യം നമ്മുടേതാണ്. അദ്ദേഹം വീണ്ടും കൂട്ടിച്ചേർത്തു, എന്താണ് സ്വർഗരാജ്യം? എന്നിട്ട് കർത്താവ് പറഞ്ഞ വാക്യം, സ്വർഗരാജ്യം നമ്മുടെ ഇടയിലുണ്ടെന്നുള്ളത് അദ്ദേഹം സമർത്ഥിക്കുന്നത് കേട്ടു. ഒരു നല്ല സുവിശേഷ പ്രഘോഷകനെ പോലെ, അല്ലെങ്കിൽ ഒരു നല്ല ഇടവക വൈദികനെ പോലെ. അപ്പോൾ അങ്ങനെയുള്ള ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ജനം എല്ലാവരും, ക്രൈസ്തവരല്ലാത്തവരും സുവിശേഷത്തിൻ്റെ കാതല് മനസ്സിലാക്കി കഴിഞ്ഞിട്ടുള്ളവരാണ്. അതുകൊണ്ട് നമ്മളും ആ ഒരു രഹസ്യം മനസ്സിലാക്കണം. ക്രിസ്തീയമായ ദാരിദ്ര്യം അത് ദൈവത്തിലുള്ള ആശ്രയത്വവും നമ്മൾ തമ്മിലുള്ള ആശ്രയത്വത്തിൻ്റെ കുറവും. നാം നമ്മൾ തന്നെ ആശ്രയിച്ച് പലതും ചെയ്യണം. സെൽഫ് കോൺഫിഡൻസ് വേണ്ടെന്നല്ല പറയുന്നത്. പിന്നെയോ നമ്മെ കൊണ്ട് തന്നെ എല്ലാം ചെയ്യാൻ സാധിക്കുമെന്ന് നാം ചിന്തിക്കും. നമ്മെ കൊണ്ടെല്ലാം ചെയ്യുന്നത് ദൈവത്തിൻ്റെ കൃപയാണ്, അവിടുത്തെ ശക്തിയല്ല. അവിടുന്ന് പിതാവിൽ നിന്ന് കൊണ്ടുവന്ന ആ രക്ഷയുടെ അനുഭവമാണ് എല്ലാം ചെയ്യാൻ നമ്മളെ ശക്തരാക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ അവബോധം, സെൽഫ് കോൺഫിഡൻസ് ദൈവത്തിൽ വേരൂന്നി നിൽക്കണം. ദൈവമാണ് എല്ലാറ്റിലും നമ്മെ ശക്തിപ്പെടുത്തുന്നതെന്നുള്ള ആ അവബോധം നമുക്ക് നഷ്ടപ്പെടരുത്. അതാണ് യഥാർത്ഥ ദാരിദ്ര്യം.